ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് അധികം ഒരു പരിപാടി ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് കുളിച്ച് റെഡി ആയാലോ. ഭയങ്കര തണുപ്പാട്ടോ. ഇപ്പോഴാണ് വെയിലായത്. ഇന്നിപ്പോൾ എന്തായാലും കുളിക്കണ്ട, നാളെ കുളിക്കാം. അല്ല, നിങ്ങൾ അവിടെ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? അത് നോക്ക് ഗൈസ്, അവിടെ എന്തോ ഒരു പച്ച കളറിൽ സാധനം ഉണ്ട്. ഇതൊരു കണ്ടെയ്നറാണ് കേട്ടോ ഗൈസ്. ഗൈസ്, ഇത് മറ്റേ ലക്കി കണ്ടെയ്നറാട്ടോ. നമുക്ക് വല്ല ടാസ്ക് ഒക്കെ ചെയ്യണ്ടോ. അത് നോക്കിയിട്ട് നമ്മൾ ആ ടാസ്ക് ചെയ്യണം ഗൈസ്. എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക്സ്. കിൽ ടുങ് ടുങ് സാഹൂർ ഇൻ മൈക്കിൾസ് ഹോം. എനിക്കിത് ഇവിടുന്ന് ഒരു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തം 3 ടാസ്ക്കാണ് ഇതിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആദ്യത്തെ ടാസ്ക് എന്താണെന്ന്. കിൽ ടുങ് ടുങ് സാഹൂർ ഇൻ മൈക്കിൾസ് ഹോം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈക്കിളിൻ്റെ വീട്ടിലത്തെ ടുങ് ടുങ് സാഹൂറിനെ കൊല്ലണം. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് രണ്ടാമത്തെ ടാസ്ക്. പിന്നെ മൂന്നാമത്തെ ടാസ്ക് സ്റ്റീൽ 2 സൂപ്പർ കാർസ്. ഇത് ഈസി ടാസ്കുകളാട്ടോ. ഗായ്സ്, നമുക്ക് എന്തായാലും ഇപ്പോൾ അത് പോയി ചെയ്യാം. ഫസ്റ്റ് മൈക്കിളിൻ്റെ വീട്ടിലുള്ള ടുങ് ടുങ് സാഹൂറിനെ കൊല്ലാനാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെയെന്നല്ല, ആദ്യത്തെ ടാസ്ക് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. മൈക്കിളിൻ്റെ വീട്ടിൽ ടുങ് ടുങ് സാഹൂറൊക്കെ ഉണ്ടോ? എന്തായാലും പോയി നോക്കാട്ടോ. നമുക്ക് എന്താണോ കിട്ടാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. ഇനിയിപ്പോൾ എന്താണോ കിട്ടാൻ പോകുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നറിയില്ല. ഗൈസ്, നമ്മളെന്തായാലും ഇപ്പോൾ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ്, അവിടെ ഒരു ടുങ് ടുങ് സാഹൂർ ഉണ്ടല്ലോ. ഗൈസ്, സ്റ്റേഡിയ വള്ളി കാലി ചുറ്റി അവിടെ ടുങ് ടുങ് സാഹൂർ ഉണ്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ അങ്ങ് കൊല്ലാം. അത് നമ്മളെ അടുത്തേക്ക് വെപ്രാളം പിടിച്ച് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, RPG എടുത്തിട്ട് ഒന്നങ്ങോട്ട് വിട്ടുകൊടുക്കാം. അതതാ അവിടെ കിടക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടാസ്ക്കാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനല്ല. അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ടാസ്കിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 സൂപ്പർ കാർസ് അടിച്ചു മാറ്റാം കേട്ടോ. എന്തിനാണെന്നറിയില്ല, എന്തായാലും പോയി അടിച്ചു മാറ്റാം. അത് നമുക്കൊരു ബില്യണയറിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ കിട്ടുക. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ തന്നെ പോയി നോക്കാം. നമ്മുടെ സിറ്റിയിൽ പുതിയതായിട്ടൊരു ബില്യണയറൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അയാളുടെ വീട്ടിലേക്ക് എൻ്റെ വണ്ടി ഫുള്ള് ചപ്പിളി ഗൈസ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ വേഗം പോവാം. അയാളെ കയ്യിലാണെങ്കിൽ പിന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അയാളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ. വീടൊക്കെ ഷിഫ്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് കാറുകളുണ്ട്. 2 കാറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ 2 കാറും പോയി അടിച്ചു മാറ്റണം. ഗൈസ്, നമ്മളെന്തായാലും ഇയാളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ 2 കാറുകൾ അവിടെ തന്നെ ഉണ്ട്. ഒന്ന് മെക്ലാരനാണ്, മറ്റേത് നമ്മുടെ സുപ്രയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കാറുകളാണ്. എന്തായാലും അത് നമുക്ക് തന്നെ സ്വന്തമാക്കാം ഗൈസ്. നമുക്ക് പോയിട്ട് ഫസ്റ്റ് മെക്ലാരൻ അടിച്ചു മാറ്റാം. ഗൈസ്, അതിൻ്റെ കളറൊക്കെ നമുക്ക് ഈ 2 വണ്ടികളും ഫുള്ളി മോഡിഫൈഡ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇത് രസമുണ്ടോ? രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കൂ ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ 2 വണ്ടികളും. ഫസ്റ്റ് നമുക്ക് ഈ മെക്ലാരൻ കൊണ്ടുവച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് സുപ്ര. വേഗം പോവാട്ടെ ഗൈസ്. എന്തായാലും ഈ ഡിഫൻഡറും നമുക്ക് വന്നെടുക്കണം. അല്ലെങ്കിൽ അത് അവിടെ കടന്നാലും വേണ്ടില്ല. നമുക്ക് 2 സൂപ്പർ കാർസ് ഉണ്ട്. എന്തായാലും ഇത് വേഗം വീട്ടിലേക്ക് കൊണ്ടുവെക്കാം. പുറത്തെന്തായാലും വെക്കണ്ട. ആ ബില്യണയറില്ലേ, നമ്മളെ അടിച്ച് കൊല്ലും. അയാൾ ഗാങ്സ്റ്റേഴ്സിനൊക്കെ വിട്ടേനും നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി രണ്ടാമത്തെ വണ്ടി കൂടെ പോയി അടിച്ചു മാറ്റിയിട്ട് വരാം. അതിന് മുന്നേ എനിക്കിപ്പോൾ ഇവിടെ ഒരു വണ്ടിയൊന്നുമില്ല. എൻ്റെ ഡിഫൻഡർ ആണെങ്കിൽ ഇപ്പോൾ അവിടെയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടുന്ന് റോട്ടിൽ കൂടെ പോകണ ആരുടെയും വണ്ടിയൊക്കെ അങ്ങ് അടിച്ച് മാറ്റാന്നേ. അതല്ലേ നമ്മുടെ പോളിസി ഗൈസ്. എന്തായാലും ഇത് അവിടെ ഒരു ഡിഫൻഡർ ഉണ്ട്. അങ്ങോട്ട് മാറിക്കട ഇവിടുന്ന്. ഞാൻ എന്തായാലും ഈ വണ്ടി എടുത്തോണ്ടോട്ടെ, എനിക്ക് വണ്ടി ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, വേഗം നമ്മുടെ ആ ഒരു ബില്യണയറുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഗൈസ്. ഗൈസ്, ഇടിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസിലിറങ്ങാം. ഇഞ്ചിവിടായി. ഗൈസ്, എൻ്റെ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട് നൈസിൽ. ഈ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തല്ലോ. ഇനി എങ്ങനെ ഈ സൂപ്പറേയും കൊണ്ട് പോവാം? അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നമുക്ക് ഈ സൂപ്പർ ചാടിക്കാൻ പറ്റുമോ നോക്കട്ടോ. എന്നിട്ട് ചാടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചാടിച്ച് കൊണ്ടുപോവാം. ചാടിയാൽ മതിയായിരുന്നു. കട്ടപ്പ ഗൈസ്, ചാടി ഗൈസ്. ഭാഗ്യം, കട്ടപ്പ രക്ഷിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കണ്ടേ. എന്താ നോക്കുന്നത്? വേഗം വാ, നമുക്ക് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം. നമുക്ക് എന്താണെന്ന് അറിയില്ല കിട്ടാൻ പോകുന്നത്. 3,
2 1 ലെറ്റ്സ് ഗോ. ഗൈസ് നോക്ക്, ഞാൻ സൂപ്പർമാനായി മാറിയിരിക്കുകയാണ്. ഓ ഗൈസ് സീന്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ അലമ്പുണ്ടാക്കാം, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗൈസ്. പക്ഷേ എൻ്റെ വിഗ്, എനിക്ക് മുടിയില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ വിഗ് അവർ കളഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വിഗ് ഇട്ടതിന് ഈ സൂട്ട് ഇടാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വിഗ് വേണ്ട, ഈ സൂട്ട് മതി. ഗൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ലേസറൊക്കെ ഇടാൻ പറ്റും. നമുക്ക് ഈ ചേച്ചീൻ്റെ മേത്തിടാം. അയ്യോ ചേച്ചി മരിച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഫുൾ അലമ്പും അടിയും കുത്തൊക്കെ ഉണ്ടാക്കാം. ഓ ഗൈസ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ, ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് കത്തിച്ചാളെ. ഓ ഗൈസ് സീന്. ഇനി ഇവിടെ ഫുൾ അലമ്പാണ്. ഇനി ന്യൂസിൽ ഫുള്ള് ഫ്രാങ്ക്ലിൻ ദ സൂപ്പർമാനാവും. എന്താ സാറേ മൊടയാണോ? ഡാ ഫ്രാങ്ക്ലിന്, അയ്യോ ഇവൻ എന്താ ചെയ്യുന്നത്? അയ്യോ അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല പിന്നെ അവന്മാർ നമ്മളെ കുറേ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അതിനുള്ള സാമ്പിൾ വെടിക്കെട്ടാന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വിളിച്ച് ബൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.